1821 ആ കാലഘട്ടത്തിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നത് 3 കൂട്ടർക്കാണ്. ഒന്ന് ഗവൺമെന്റിന് സ്വത്തുണ്ട്, ദേവസ്വത്തിന് സ്വത്തുണ്ട്, ബ്രഹ്മസ്വത്തിന് സ്വത്തുണ്ട്. ബ്രഹ്മസ്വം ബ്രാഹ്മണ കുടുംബങ്ങളുമായിട്ടും അതിന്റെ അലൈഡ് ആയിട്ടുള്ള ശൈവ വെള്ളാരല്, ബ്രാഹ്മണര്, പിന്നെ നമ്പൂരി, പോറ്റി, അങ്ങനെ ആ ബ്രഹ്മസ്വം എന്നാണ് അതിന് പറയുന്നത്. എന്നാൽ കൂടുതലും ബ്രാഹ്മണർക്കായിരുന്നു സ്വത്തുണ്ടായിരുന്നത്. എല്ലാ സ്വത്തിൽ കൂടുതലെന്നല്ല, ഈ വിഭാഗത്തിൽ ബ്രാഹ്മണ വിഭാഗത്തിനായിരുന്നു സ്വത്ത് കൂടുതലുണ്ടായിരുന്നത്. പോറ്റിമാർക്കും നമ്പൂതിരിമാർക്ക് കുറച്ച് കുറവായിരുന്നു. എന്നാൽ അതെല്ലാം ഒരു വിഭാഗത്തിൽ വരുന്നത് തന്നെ. അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ 1821 മഹാരാജാവിന്റെ കാലത്ത് 25ഓളം ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. തിരുവിതാംകൂറിലെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. അതിനൊരു ചെറിയൊരു പശ്ചാത്തലം കൂടെയുണ്ട്. ടിപ്പു സുൽത്താന്റെ കാലത്ത് ടിപ്പു സുൽത്താൻ മലബാറിലെ ക്ഷേത്രങ്ങൾ പലതും ആക്രമിച്ചിട്ട് ഗുരുവായൂരിലേക്ക് ആക്രമിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ എടുത്തുകൊണ്ട് അവിടുത്തെ പോറ്റി മേൽശാന്തി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയി ഒളിച്ചിരുന്നു. ക്ഷേത്രത്തെ കൊണ്ടുവച്ചിട്ട് അവിടെ ഒളിച്ചിരുന്നു എന്നൊക്കെ ഒരു കഥയുണ്ട്. ആ സമയത്താണ് പന്തളം കൊട്ടാരത്തിന്റെ കയ്യിലുണ്ടായിരുന്ന, പന്തളം കൊട്ടാരവും ചെറിയ കൊട്ടാരമാണല്ലോ, ചെറിയ സംവിധാനമാണ്, അവർക്ക് ഇതൊന്നും കഴിയാതെ വന്നപ്പോഴാണ് തിരുവിതാംകൂറിലേക്ക് ഇത് മാറി എന്നൊരു കഥ കേൾക്കുന്നുണ്ട്, ടിപ്പു സുൽത്താനെ പേടിച്ചിട്ട്. പക്ഷെ തിരുവിതാംകൂറിൽ അത് വാങ്ങിയിട്ട് അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ നേരിട്ട് ഭരിച്ചില്ല. അവർ ആ ക്ഷേത്രങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിച്ചു എന്ന് വെച്ചാൽ, അവര് പിന്നെ റാന്നി കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട്, അപ്പൊ റാന്നി കർത്താവ് എന്ന് പറഞ്ഞാൽ ദേശവാഴിയാണ്. ദേശവാഴി ചെറിയ ആളാണ്, നാടുവാഴിയാണ് വലിയ ആള്, രാജാവ്. നാടുവാഴിയായ തിരുവിതാംകൂർ രാജാവ് ദേശവാഴിയായ റാന്നി രാജാവിനെ കൊണ്ട്, റാന്നി കർത്താവ്, രാജാവല്ല കർത്താവിനെ കൊണ്ട് അത് പിന്നെ ക്ഷേത്രം ഒക്കെ കൂടി നടത്തിച്ച് കൊണ്ടുപോയി. ശബരിമല ഉൾപ്പെടെ, ശബരിമലയുടെ പ്രധാന മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അതിനെ കൊച്ചുവേലൻ എന്ന് പറയുന്ന ആദിവാസിക്ക് കാണിക്ക കൊടുത്തുകൊണ്ടാണ് ഇത് നടത്തിയിരുന്നത്. പന്തളം പീഠികയ്ക്ക് വേണ്ടി റാന്നി കർത്താക്കളാണ് ഈ ക്ഷേത്രം നോക്കി നടത്തിയിരുന്നത്.